ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കട്ടെ കൊച്ചിനെ പറയുന്നോടാ. നമ്മുടെ ഷെഫീന താത്താടാ ഒരു കോണ്ടന്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, മറ്റു പലരും ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇവരുടെ ഒരു കോണ്ടന്റ് കാര്യങ്ങളൊന്നും എടുത്ത് ഇന്നേ വരെ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ചെയ്തത് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. കുറെ പേർക്കുള്ള തെറ്റിദ്ധാരണ, ഇവരെ പോലുള്ള ആൾക്കാർ വന്നിട്ട് കുറെ ഇതുപോലെ അങ്ങോട്ട് അധികാരികമായിട്ട് എന്തൊക്കെ അറിയാന്നുള്ള രീതിയിൽ സംസാരിക്കും. എനിക്ക് കേട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറെ അമ്മമാരും സ്ത്രീകളും എല്ലാവരും ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടി വേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലാക്കി നാട്ടുകാരെ മൊത്തം നന്നാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും എനിക്കില്ല. ബുദ്ധിയും ബോധമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഷെഫീന താത്തയുടെ കോണ്ടന്റിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ഞാൻ കൃത്യമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ മാത്രം. ഇവര് ഒരിടക്ക് തെറിത്താത്താന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു, അതൊന്ന് മാറി വരുന്നു. അപ്പൊ വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സന്തോഷം, നല്ല കാര്യം. അല്ല, ഈ വീഡിയോ ചെയ്യാ, റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മിനിമം എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം. എല്ലാ സമയത്തും നമുക്കത് പറ്റില്ല, ശരി തന്നെയാണ്. ചില കോണ്ടന്റ്സിൽ നമ്മൾ ചില രീതിയിലൊക്കെ സംസാരിക്കേണ്ട വരും. പക്ഷേ ദിസ് വാസ് ടോട്ടലി അൺവാണ്ടഡ് കണ്ടന്റ്. അത് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ തോന്നുന്നു ഇപ്പോ. കാരണം ഞാനിത് പലരുടെയും വീഡിയോസ് കണ്ടപ്പോഴേക്കും ഞാനത് ഓക്കെ ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷേ ഇന്ന് അത്യാവശ്യം ന്യൂസ് ചാനലുകളുടെ അവർ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിലെല്ലാം ഈ ഒരു സാധനം വരുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. മഞ്ജു പിള്ള മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ വിമർശിച്ച് വ്ളോഗർ. മറുപടിയുമായി ദയവ് മഞ്ജു. പിന്നെ മറുപടി ഞാൻ കണ്ടില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. അത്യാവശ്യം എല്ലാ മെയിൻ സ്ട്രീം മീഡിയാസിന്റെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഫേസ്ബുക്ക് ഹാൻഡിൽസിലുള്ള ഈ ഒരു സാധനം വന്നിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിയിലൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഷെഫീന താത്താക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സപ്പോർട്ട് ഒന്നും എവിടെ ഞാൻ കണ്ടില്ല. കാര്യം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനകത്ത് പറഞ്ഞു വെച്ചേക്കണേ. ഒരു സ്ത്രീ ആയിരുന്നിട്ട് ഒരു സ്ത്രീയെ ഇതുപോലെ പറയാനുള്ള ഒരു മനക്കട്ടി ഉണ്ടല്ലോ, സംഭവം തന്നെ. ഞാനിത് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനോ ഒരാളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ട് അവരെ കുറിച്ച് തെറി പറയിപ്പിക്കാൻ വേണ്ടി ഒരു കണ്ടന്റ് ഇടുന്നതല്ല. നിങ്ങൾ ആരും വന്നിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇവരെ തെറിയും പറഞ്ഞിട്ട് കുറെ കണ്ടന്റ് ഇടാൻ, സോറി, ഒരു കമന്റ് ഇടാനൊന്നും നിൽക്കല്ലേ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ പറയാനുള്ള പറഞ്ഞു പോവാം. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് കമന്റ് ചെയ്യാനുള്ളത് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇവരുടെ ആദ്യത്തെ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാണിക്കുന്ന പോക്കൃതരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം. മഞ്ജു പിള്ളയുടെ മകളാ അല്ലെങ്കിൽ മറ്റൊരാളുടെ മകളാ, അവരെ എങ്ങനെ വേണമെങ്കിലും വളർത്തിക്കോട്ടെ. അതിൽ ഷെഫീന ബീവിക്ക് എന്താണ് റോൾ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ സമൂഹത്തിലെ എല്ലാ മാതാപിതാക്കളുടെ മക്കളെയും അവരെങ്ങനെ വളർത്തുന്നു എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണോ നിങ്ങൾ? ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ, തുണി പറിച്ചെറിയുന്നത് സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞേ? വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഓരോ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളും മറ്റും അനുസരിച്ചിട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് അതിന്റെ അപ്പുറത്തേക്ക് പോകണമെന്ന് കേസാവും, അത് വേറെ കാര്യം അറിയാലോ. അതായത് റോട്ടിൽ കൂടി തുണിയില്ലാണ്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചകത്തിടും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെയും ചില ആൾക്കാർക്ക് എന്താ പറയാ, ഒരു പ്രിവിലേജ് ഉണ്ട്. ചില സാമ്യവർക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. അങ്ങനെയുള്ളതിനൊക്കെ ഷെഫീനത്താത്ത എവിടെ വിമർശിക്കാൻ കണ്ടില്ലല്ലോ. എന്ത് പറ്റി? സ്ത്രീകൾ നടക്കുമ്പോഴാണല്ലോ കുഴപ്പം. ഓക്കെ 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 ഫൈൻ. കാലഘട്ടത്തില് പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. പക്കമലമായി നിന്ന എൻ്റെ അമ്മയാണ്. ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക്, സർവേ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന, ആ എക്സ്പീരിയൻസാ പറയുന്നത്. അതായത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. പറഞ്ഞു തുടങ്ങുന്ന ഒരു വേർഷൻ കുടുംബ മഹിമയും കാര്യങ്ങളൊക്കെയാണ് പറയണേ. ഇതുപോലെ ഒരുപാട് പൊരുതി സൈക്കിൾ ഔട്ട് ചെയ്യുന്നതിന് പോലും കുറ്റം പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അവര് പൊരുതി വന്നു. ഗവൺമെന്റ് ജോലിക്ക് പോയി ഉമ്മാന്റെ കേസ് ഗവൺമെന്റ് ജോലി അല്ലേ, അങ്ങനെ ജോലിക്ക് പോയി ഉമ്മാനെ വരെ പറഞ്ഞപ്പോഴേക്ക് അതും പൊരുതി വന്ന് റെവല്യൂഷൻ ഉണ്ടാക്കി വന്ന ഒരു ഫാമിലിക്ക് അവിടെ തന്നെ നിൽക്കുകയാണോ? ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കിട്ടിയിട്ടില്ലേ? കാലം ഒരുപാട് മുമ്പോട്ട് പോയി, ലോകം ഒരുപാട് മുമ്പോട്ട് പോയി, എല്ലാം മാറി. നിങ്ങൾ മാറിയിട്ടില്ല ഇതുവരെ. കഷ്ടം തന്നെ. എടോ, നിങ്ങളുടെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടം എന്താണ് അത് നിങ്ങൾ ജീവിക്കുന്നു. മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അവരൊരു ലേഡി, 10, 21, 24 വയസ്സായ ഒരു ലേഡിയാണ് ഈ പറഞ്ഞ മഞ്ജുപിള്ളയുടെ മകള്. ആൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കി. മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും വസ്ത്ര സ്വാതന്ത്ര്യത്തെയും എല്ലാത്തിനും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല. അവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ഇതിനേലും മോശമായിട്ട് ഈ ഒരു ശരീരം കച്ചവടമാക്കി മാറ്റി അതിൽ നിന്ന് ക്യാഷ് ഔട്ട് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. നിങ്ങൾ തന്നെ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഒരു ആളുണ്ടല്ലോ,
അതല്ലാണ്ട് തന്നെ എത്രയോ പേരുണ്ട്. അവരെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇത് അവരുടെ പ്രൊഫഷനാണ്. തുണി അയച്ചിട്ട് കാണിക്കൽ പ്രൊഫഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ പ്രൊഫഷൻ. അവർ വർക്ക് ചെയ്യുന്ന ഒരു മോഡലിംഗ് ഫാഷൻ ഫീൽഡിലാണ്. അവർക്ക് ഡ്രസ്സ് ഓരോന്ന് ഇതുപോലെ യൂസ് ചെയ്യണതിന് പോലും, അല്ലെങ്കിൽ ഇടുന്നതിന് പോലും, കോസ്റ്റ്യൂംസ് ഇടുന്നതിന് പോലും പെയ്ഡ് ആണ്. അല്ലെ? ഇതുപോലെ എത്ര മോഡൽസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം മോശമോ? സമൂഹത്തിന് മോശം ചെയ്യുന്ന സ്ത്രീകളായോ അവര്? റോട്ടിൽ കൂടി പോകുമ്പോഴേക്കും മറ്റേ ഇന്നേഴ്സിന്റെ, സ്ത്രീകളുടെ ഇന്നേഴ്സിന്റെ വരെ പരസ്യം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരെയൊക്കെ നിങ്ങൾ കാര്യം ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ പോസ്റ്റ് ഒക്കെ കണ്ടോ, സ്ത്രീ കാണിച്ചു വെച്ചാൽ കണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങളാണ് തുടങ്ങുക. സ്ത്രീയെ നിങ്ങൾ ഈ ലോകം മുമ്പോട്ട് പോയത് മനസ്സിലാക്കിയിട്ടില്ല എപ്പോഴും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു മിനിമം മീറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുടുംബത്തിലേക്ക്, കുടുംബക്കാരെ വിളിച്ചിട്ടല്ല ഒരിക്കലും റിയാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റിന്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. 30ഓളം പേര് ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്, ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാകാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി കഴുകണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷെ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം, അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിനൊക്കെ വലിയ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്തോടുന്ന ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത്? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത്, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ എന്താ പറയാ, അവരൊരു ജോബ് കാര്യങ്ങളായിട്ട് അവരൊരു കുടുംബം പോകുന്നത്. നിങ്ങൾ ഒരു കാര്യമില്ലാണ്ട് ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ എല്ലാത്തിനും എടുത്തിട്ട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ഉള്ളത്? എന്തൊക്കെയാ പറയണത്? ഇത് അവര് വന്ന് നിങ്ങളോട് പറഞ്ഞ അവർക്ക് കളിക്കാൻ ആരുമില്ല, അല്ലെ അവർക്ക് ഇതില്ല, മറ്റേ ഇല്ല, മറിച്ചില്ല. അയ്യേ, ഒരു കാര്യം, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യേണ്ട പോയിന്റ്സ് എങ്കിലും കുറച്ച് വാലിഡ് ആയിട്ടുള്ളത് വേണം. ഇത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വായി തോന്നി എന്തും വിളിച്ചു പറയാൻ ലൈസൻസ് ഉള്ള ഒരാള്. സൂപ്പർ, അടിപൊളി. നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആക്കിയെടുക്കുന്ന വളരെ മോശമാണ്. കാര്യം ചില കണ്ടന്റ്സ് നിങ്ങളുടെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് പ്രതികരിക്കുന്നതൊക്കെ നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങളുടെ എല്ലാ കണ്ടന്റും മോശം, നിങ്ങളൊരു മോശം ആള് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് വളരെ വളരെ മോശം സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീ ആയിരുന്നത് കൊണ്ട് നിങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അവരെ കൊണ്ട് അത്ര ബുദ്ധിമുട്ടിന് അവരെ പേഴ്സണലി വിളിച്ചിട്ട് സംസാരിച്ചത്. നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? എന്തൊക്കെ വേശി, എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾ യൂസ് ചെയ്തേക്കണേ? ആ കുട്ടിയോ കുട്ടിയുടെ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടോ? അല്ലെ നിങ്ങളെ കുറിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? നിങ്ങൾക്ക് എന്തിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവരൊരു ബോഡി ഗസ്റ്ററും സംസാരിക്കുന്ന രീതി നോക്കി ഈ ഒരു വിഷയത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നമുണ്ട് ഇവരായിട്ട്? അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ഇപ്പൊ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ജു പിള്ളയുടെ മകള്, ആ കുട്ടിയുടെ ഇതുപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്, ഫീഡ്സിൽ വരാറുണ്ട്. ഇവര് പറഞ്ഞ പോലെ തന്നെ നല്ല ബോഡിയാണ്. അതായത് ഓരോ ഡ്രസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവരത് കറക്റ്റ് ആയിട്ട് മേക്കപ്പും അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ നല്ല ബോഡി എന്ന് ഉദ്ദേശിച്ച് വേറൊരു അർത്ഥത്തിലേക്ക് എടുക്കരുത്. ലൈക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ എന്താ പറയാ, അതിന് ഓരോ ഡ്രസ്സിന് എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് വേയിൽ എങ്ങനെയാണ് അത് ഇതൊക്കെ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലൊക്കെ ആയിട്ട് അറിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഷെഫീന ബീവിയോ അല്ലെന്നുണ്ടെങ്കിൽ കുല സ്ത്രീകളുടെ കാര്യമല്ല പറഞ്ഞ, കുല സ്ത്രീകളും അത് വിടുത്ത കാര്യം. അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലൊന്നും വലിയ വിഷയമൊന്നുമില്ല. അവരൊക്കെ ഓരോരോ കാര്യം നോക്കി ജീവിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു നോക്കി നടക്കലല്ല ഓരോരുത്തരും ഇത്. പക്ഷേ ഷെഫീന ബീവി പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ എനിക്കത് വളരെ 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 മോശമായിട്ട് തോന്നി. കാര്യം അവരെ കുറിച്ച് നിങ്ങൾ ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കാൾ മോശമാണ് നിങ്ങൾ പറഞ്ഞു നോക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നുമില്ലാതെ അവരുടെ ഇഷ്ടം. അത് നിങ്ങൾ ഇന്ത്യയിൽ എത്ര മോഡൽസ് ഉണ്ട്, ഇന്ത്യയുടെ പുറത്തെ മോഡൽസ് ഉണ്ട്, അവരെ കുറിച്ചൊക്കെ പറ, അവരുടെ കുടുംബത്തെ കുറിച്ചൊക്കെ പറ.
മഞ്ജുപിള്ളയുടെ ബോളും ലോകത്തെ ഏറ്റവും വലിയ അപരാധികളാക്കി എടുത്ത് മാറ്റി ഷഫീന ബീവി അങ്ങോട്ട്. കം ഓൺ ഡ്യൂഡ്, വാട്ട്സ് റോങ് വിത്ത് യു? ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടി നിലകൊണ്ടാണ് ഈ കണ്ടത്. സ്വയം വീഡിയോ 2 മണി ഇരുന്ന് കണ്ടു നോക്ക്. തുടക്കത്തിൽ എന്താ പറയുക, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾ, എന്നിട്ടാണ് ഒരു സ്ത്രീനെ കുറിച്ച് ഇത്ര അപരാധം പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് നാണുണ്ടോ? ഞാൻ നിങ്ങളെ മോശപ്പെടുത്തി അങ്ങനെ ആ രീതിക്ക് ചിന്തിക്കില്ല. കാര്യം നിങ്ങൾ പറഞ്ഞു വെച്ചാൽ മീറ്ററിൽ സംസാരിക്കാൻ നിന്നാൽ തന്നെ പച്ചത്തെറികൾ പറയേണ്ടത് നിങ്ങൾക്കെതിരായിട്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ അതുപോലും നമ്മൾ ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാരെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. പ്ലീസ് ഡോണ്ട് സപ്പോർട്ട് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ് ഗൈസ്, സീരിയസ്ലി ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുക, അതിന് ഇത്രയും മോശമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ്, വെരി ബാഡ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഒരു അമ്മയാണ്, ഞാൻ സഹോദരിയാണ്, ഞാനൊരു മകളാണ്, ഇതിനേക്കാൾ ഉപരി ഞാൻ സ്ത്രീയാണ്. സ്ത്രീയാണ്, സമ്മതിച്ചല്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഇത്രയും പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഒന്നിരുന്ന് ആലോചിച്ചു. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടക്ക്. ഇവിടെ സ്ത്രീകളുടെ വസ്ത്രം നോക്കിയിട്ടൊന്നുമല്ല ഓരോരുത്തന്മാരെ കയറി പിടിച്ചുകൊണ്ടിരിക്കണേ. ഈ അടുത്ത് ഞാൻ തന്നെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. എനിക്ക് 2 മാസം 3 മാസം മുമ്പ് പറത്തിട്ടിട്ട് പോയൊരു പെൺകുട്ടീനാ. അവക്ക് നേരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി ഉണ്ടായ ഒരു സ്ഥലത്ത് അവള് കേസും കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതെന്താ ഡ്രസ്സിന്റെ വല്ല കുഴപ്പമാണോ? അല്ല, ഈ കാമപ്രാന്ത് മൂത്തവന്മാർക്ക് അത് ഏത് പെണ്ണായാലും ഇനി വയസ്സായവരാണെങ്കിലും അവർ ചെന്ന് കയറും. അത് കാലാകാലങ്ങളായിട്ടുള്ളതാ. അതിന് നിയമ നടപടികൾ ചെയ്യുക. ഇനി അതും പറ്റിയിട്ട് ഓൺ ദ സ്പോട്ട് നമ്മൾ തന്നെ കൊടുക്കുക, സ്ത്രീകൾ തന്നെ അങ്ങോട്ട് കൊടുക്കുക. കണ്ടുവെക്കണ പയ്യന്മാരാണെങ്കിൽ ചേട്ടന്മാരാണെങ്കിൽ അവരും കണക്കിന് അങ്ങ് കൊടുക്കും. അത്രയേ ഉള്ളൂ, അത് നടക്കുള്ളൂ. അല്ലാതെ ഈ കാമപ്രാന്തന്മാരൊന്നും നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ പുറം രാജ്യങ്ങളിലൊക്കെ എന്താ മിനിറ്റുകൾക്കുള്ളിൽ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പീഡിപ്പിച്ച് കിടക്കുകയാണ് എല്ലാവരും. ഞാനൊക്കെ യൂറോപ്പിൽ വെറുതെ റോട്ടിൽ പോണ സമയത്ത് ഈ സമ്മർ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ സ്ത്രീകള് അവരുടെ ഡ്രസ്സിങ് കുറച്ച് ഡിഫറെന്റ് ആണ്. ആ സമയത്ത് സമ്മർ ടൈമിലേക്ക്, വിന്ററിന് മാറി സമ്മർ ആകുമ്പോഴേക്കും നമുക്കൊന്നും ഇതുപോലെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യം നോക്കിയാ ജീവിക്കണം. എനിക്ക് തിന്നാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടിയാണ് നടക്കണേ. അല്ലാതെ ഓരോ സ്ത്രീകൾ എന്ത് കാണിച്ചു കിടക്കുന്നു, എന്തൊക്കെ കാണുന്നുണ്ടെന്ന് നോക്കിയല്ല. ഓക്കെ, മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി കിടന്ന് കൂട്ടിയിട്ട് ഒരു മാതിരി ടിങ്കിൾ ഫിഗർ സുഡാലി കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. അത് എന്റെ ലൈഫ്, ദാറ്റ്സ് ഇറ്റ്. അവരവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. ഷെഫീന ബീവി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കേ. എല്ലാവർക്കും അവരവരായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ? പറയാം, എന്റെ ഉണ്ട് ഇതൊക്കെ, തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജുപിള്ള വളർത്തിയ മകളെ? നീ അതാണോ? ഞാനേ പുള്ളിക്കാരിയുടെ സ്റ്റോറി കണ്ടിട്ടാണ്, മഞ്ജുപിള്ളയുടെ മോളുടെ. അവൾ ഇതിനോട് പ്രതികരിക്കുന്നത് വളരെ കോമഡി ആയിട്ടാണ്. അവളൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു. അവള് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ടു. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഇതുപോലത്തെ കോണ്ടന്റ്സ് നമ്മൾ ഇങ്ങനെ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാ, ഇതിൽ എനിക്ക് ഒരു റോങ് അവരുടെ സൈഡിൽ തോന്നിയിട്ടില്ല. ഇവരുടെ സൈഡിലാണ് തോന്നിയത്. ഇവരെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വിഷയത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചില വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്, റിയാക്ഷൻ വീഡിയോ. പക്ഷെ ദിസ് ഇസ് നോട്ട് റിയാക്ഷൻ വീഡിയോ. ഇത് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നു, പേഴ്സണലി ഹരാസ് ചെയ്യുന്നു, പേഴ്സണലി അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഒരു രീതിയിലേക്കാണ് ഇത് പോയേക്കുന്നത്. അത് ഭയങ്കര മോശമാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല ആരാണെങ്കിലും. പിന്നെ ഈ പറഞ്ഞ ഫോട്ടോ ആണ് ദേടാ ഈ പറഞ്ഞ ഇവര് മോശമായിട്ട് ഇങ്ങനെ കുറെ കൊണയൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. അത് 30 മെയ് 2023 ഇട്ട ഫോട്ടോ ആണ്. ഷെഫീന ബീവി ഇപ്പോഴാണോ ഈ ഫോട്ടോ കാണുന്നത്? അവര് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ പ്രൊഫൈൽ. ചിലപ്പോ ഇപ്പൊ ഒന്ന് പ്രൊഫൈലിൽ പോയപ്പോഴേക്കും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എടുത്തിട്ടതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ലേ? ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനോ പറയാനൊന്നുമില്ല. ഏതൊരു സ്ത്രീയായാലും പുരുഷനായാലും വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ അവരവരുടെ സ്വാതന്ത്ര്യമാണ്, അവരവരുടെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഒരു തെറ്റില്ല. ഐ തിങ്ക് ഷീ ഈസ് നോട്ട് ഹിയർ, റൈറ്റ്? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്ന ലൈക് യുടെ കേസ് എനിക്ക് കൺഫേം അല്ല. മെസ്സേജ് അയക്കാന്ന് വെച്ചിട്ട് പിന്നെ വേണ്ടത് വെച്ചിട്ട് കാര്യം അല്ലെ? ഇത് തന്നെ ചോദിക്കാൻ നിന്ന് അവരെന്നെ വല്ലതും എറിയും പറയും. കാര്യം ജുജൂബി മാറ്ററിന്റെ ഒക്കെ അവരൊന്നും കയറി പ്രതികരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രതികരിക്കുന്നതിനെ അറിയും. ഇത് കണ്ട് സ്ത്രീകൾ തെറ്റിദ്ധരിക്കാതിരിക്കാനോ, ഇങ്ങനെയൊക്കെയാണോ, ആ കുട്ടി അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ആ കാര്യം ഇവരുടെയൊക്കെ വർത്താനം കേട്ടിട്ട് ഇവരെന്തൊക്കെ വിറക്കാണ് ദേവിയെ എന്നുള്ള രീതിയിൽ. ഷെഫീന ബീവി പറ്റുന്നുണ്ട് ഇങ്ങനത്തെ കോണ്ടന്റ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കി. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, സംസാരിക്കാനുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ വലിപ്പിക്കാനും പറയാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത് നല്ല നല്ല വീഡിയോസിന് വേണ്ടി അല്ലെങ്കിൽ വിമർശിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും. ഇത് വെറും ഷിറ്റ് കണ്ടന്റ് ആയിപ്പോയി നിങ്ങൾ ചെയ്തു വെച്ചേട്ടാ.